ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് ബ്രെഡ് വെച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നൊരു പുഡിംഗ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡ് പാർട്ട് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. സൈഡെല്ലാം കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട്, നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷാഡോ ഫ്രൈ ആക്കി എടുക്കാം. പാലിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവർ അതെടുത്ത് ജസ്റ്റ് കട്ടയില്ലാതെ കലക്കി യോജിച്ച്. കോൺഫ്ലവർ എപ്പോഴും പാലിൽ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് പാലെടുത്തിട്ട് അതിൻ്റെ അകത്ത് നന്നായിട്ട് കട്ടയില്ലാതെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ബാക്കി പാലും കൂടെ നമുക്ക് ആഡാക്കാം. സമയത്ത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര 2 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇടുന്നത്. മധുരം ഇത്തിരി കൂടി വേണമെന്ന് തോന്നുന്നവർക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ അവനവൻ്റെ മധുരത്തിന് ഇഷ്ടമനുസരിച്ച് ആഡ് ചെയ്യാം. 2 തുള്ളി വാനില എസൻസും കൂടി ഈ പാലിലേക്ക് ഞാൻ ആഡാക്കുകയാണ്. ഇതിലേക്ക് നമ്മളിപ്പോൾ ചേർത്തേക്കുന്നത് 400 ml പാല്, 2 തുള്ളി വാനില എസൻസ്, 2 സ്പൂൺ ഷുഗർ, 2 സ്പൂൺ കോൺഫ്ലവർ. ഇനി മധുരത്തിന് ആവശ്യമായിട്ട് ഷുഗർ ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുകയാണേ, മധുരം ഇത്തിരി കുറവാണെന്ന് തോന്നി. ഇതുപോലെ ചെറുതായിട്ട് കുറുകി തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ ജസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ബ്രെഡും കൂടി ഇതിലേക്ക് നമുക്ക് ആഡാക്കാം. ബ്രെഡ് കൂടി ആഡ് ചെയ്തപ്പോൾ നല്ല ഫ്ലേവറാണ്, നല്ല സ്മെല്ലാണ് വരുന്നത്. ബട്ടറിൻ്റെയും വാനില എസൻസിൻ്റെയും ഒക്കെ സ്മെല്ല് നല്ല ഫ്ലേവറാണ്. നമ്മുടെ ഗ്ലാസ് കണ്ടെയ്നറിൻ്റെ അകത്ത് ചെറുതായിട്ട് ഷുഗർ കാരമലൈസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അവിടെ ഇവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുഡിങ്ങിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിൻ്റെ മുകളിലേക്ക് നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാഷ്യൂനട്ടോ ബദാമോ നമ്മുടെ വീട്ടിലുള്ള പിസ്ത എന്താണെന്ന് വെച്ചാൽ നട്ട്സ് ഉള്ളത് ജസ്റ്റ് ക്രഷ് ചെയ്തതിൻ്റെ മുകളിൽ ഒന്ന് വിതറി കൊടുക്കുക. കാണാനും ഭംഗിയുണ്ട്, ടേസ്റ്റിയാണ്. ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷം നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.